UAE ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഭൂചലനം ആശങ്ക പടർത്തി. ഇറാൻ പ്രഭവ കേന്ദ്രമായ ഭൂകമ്പത്തെ തുടർന്ന് പല ഗൾഫ് രാജ്യങ്ങളിലും സാമാന്യം നല്ല കുലുക്കം തന്നെയാണ് അനുഭവപ്പെട്ടത്. ഏതാണ്ട് 20 സെക്കൻഡോളം നേരം ചലനം നീണ്ടുനിന്നെങ്കിലും ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഒരിടത്തുനിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉച്ചതിരിഞ്ഞ് 2:45 ഉണ്ടായ ചലനത്തെ തുടർന്ന് ഉയർന്ന കെട്ടിടങ്ങളിൽ നിന്നും മറ്റും ആളുകൾ പരിഭ്രാന്തിയോടെ പുറത്തിറങ്ങുകയായിരുന്നു. We saw the building shaking slightly and there were glasses moving around and the TV started shaking as well. That's when we realized something was wrong. It was a pretty strong earthquake. It lasted for about 50 seconds. And then I was asked to come downstairs because everyone was evacuating the building. മറ്റു ചിലയിടങ്ങളിൽ ആളുകളെ സിവിൽ ഡിഫൻസ് വിഭാഗം ഇടപെട്ട് മാറ്റുകയും ചെയ്തു. ഈ മാസം 9-നുണ്ടായ ചലനത്തേക്കാൾ കടുപ്പം കൂടിയതായിരുന്നു ഇന്നത്തേത്. തുടർ ചലനങ്ങൾ ഉണ്ടായേക്കുമെന്ന ആശങ്കയെ തുടർന്ന് ഓഫീസുകളിൽ തന്നെ തിരിച്ചു കയറാൻ മടിക്കുകയായിരുന്നു പലരും. ഭൂരിഭാഗം ഓഫീസുകളുടെയും പ്രവർത്തനം അതോടെ താളം തെറ്റി. ചില സ്ഥാപനങ്ങൾ പ്രവർത്തനം തന്നെ നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ദുബൈ മീഡിയ സിറ്റി ഉൾപ്പെടെ ഫ്രീ സോണുകളിൽ നിന്നും ആളുകളെ മാറ്റുകയുണ്ടായി. പരിധി വിട്ട ആശങ്ക വേണ്ടതില്ലെന്ന് ഭൗമ വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ പരിഭ്രാന്തി പൂർണ്ണമായും മാറിയിട്ടില്ല. ഇറാൻ ആണവ കേന്ദ്രം ഉയർത്തുന്ന സുരക്ഷാ ഭീഷണിയും ഇതോടെ ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ ചർച്ചയാവുകയാണ്. കൂറ്റൻ കെട്ടിടങ്ങളുടെ ധാരാളിത്തം എല്ലാ ഗൾഫ് നഗരങ്ങളുടെയും പ്രത്യേകതയാണ്. അടിക്കടിയുണ്ടാവുന്ന ഭൂചലനം ഗൾഫ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നതും ഈ സാഹചര്യത്തിലാണ്. ക്യാമറാമാൻ യൂസഫ് അലിക്കൊപ്പം MCA നാസർ, മീഡിയ 1 മിഡിൽ ഈസ്റ്റ്.